നിയുക്ത എം.എൽ.എ അല്ലെങ്കിൽ നിയുക്ത മന്ത്രി എന്ന് പറയേണ്ടി വരുമ്പോൾ എം.എൽ.എ ഒരു തെരഞ്ഞെടുപ്പ് വിജയം വരുമ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുമ്പം മുസ്ലിം ലീഗുകൾക്ക് അപ്പോൾ ന്യൂനപക്ഷ ഏകീകരണം ധ്രുവീകരണം ഇങ്ങനെ CPM-നെ തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷെ അത് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആകുന്നതിനകത്തും ലീഗിനും അഭിപ്രായം ഉണ്ടാകാമല്ലോ സ്വാഭാവികമായി. അത് സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. അത് ഉണ്ടാവണമല്ലോ. വൈകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. പറയേണ്ട സ്ഥലങ്ങളിൽ ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. തെഹ്ലിയുടെ വിജയം അത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ച പല കാര്യങ്ങളിലും മാതൃക കാട്ടിയിട്ടുള്ള ലീഗ് ഒരു വനിതാ മന്ത്രി എന്നുള്ള തരത്തിലേക്ക് മാതൃക കാട്ടും. അതൊക്കെ പാർട്ടി തീരുമാനിക്കും. നമസ്കാരം. മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് പാറക്കൽ അബ്ദുള്ളയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരിക്കുന്ന വേളയിലാണ് സംസാരിക്കുന്നത്. നമസ്കാരം. നിയുക്ത എം.എൽ.എ അല്ലെങ്കിൽ നിയുക്ത മന്ത്രി എന്ന് പറയേണ്ടി വരുമ്പോൾ എം.എൽ.എ തീരുമാനമാവുന്നതേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും. നമ്മൾ നിലവിൽ ഇപ്പോൾ വലിയൊരു നേട്ടമാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ്സിന് ഒരു ഗ്രിപ്പ് പോലും ഇല്ലാതിരുന്ന 20 വർഷത്തിനിപ്പുറം കോൺഗ്രസ്സിന് ഗ്രിപ്പുണ്ടായിരിക്കുന്നു. മുസ്ലിം ലീഗ് അതിനപ്പുറത്ത് വിസ്മയം കാണിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് അതിൻ്റെ തിരഞ്ഞെടുപ്പിൽ കാണിക്കേണ്ടുന്ന പ്രൊഫഷണലിസത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് യൂത്ത് ലീഗിൽ നിന്ന് 5 പേരെ പേരാമ്പ്ര പോലുള്ള മണ്ഡലം പിടിച്ചെടുത്തു. ഇങ്ങനെ വലിയ അഭിമാനത്തിൻ്റെ നിമിഷത്തിലാണ്. എന്തായിരുന്നു മൊത്തത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പിനകത്തെ? മുസ്ലിം ലീഗിൻ്റെ സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഈ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം 10 വർഷം ഒരു നാടിനെ എല്ലാ അർത്ഥത്തിലും പുറകോട്ട് വലിക്കുന്ന, നമ്മളൊന്നും ഒരു കാലഘട്ടത്തിലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വളരെ മോശമായ വിഭാഗീയതയുണ്ടാക്കുന്ന, പരസ്പരം ഭിന്നിപ്പിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ക്ലൈമാക്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട, ഞെട്ടിത്തെരിച്ച് നോക്കിക്കണ്ട ഒരു സംഭവമാണ്. CPM-ൽ നിന്നാണോ ഇങ്ങനെ ഒരു 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 വിദ്വേഷ പ്രചരണവും വിഭാഗീയതയും ഉണ്ടാകുന്നത്? BJP-യെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിൽ മുസ്ലിം ലീഗിന് വളരെ കൃത്യമായി, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജാതി മത സമവാക്യങ്ങൾക്കപ്പുറത്ത് കേരളീയ പൊതുസമൂഹം മുസ്ലിം ലീഗിനെ ഏതാണ്ട് ഒരു 10-60-70 വർഷമായി കാണുന്നുണ്ട്. മുസ്ലിം ലീഗ് അധികാരത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ വരെ ഇരുന്നിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി 10-40 വർഷം ഈ കേരളം ഭരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ UDF എന്ന് പറയുന്ന മുന്നണി തന്നെ കരുണാകരൻ പറയാറുണ്ട്, അന്ന് ബാഫക്കി തങ്ങളും ഞാനുമാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അതെ അതെ. ആ ഒരു മുന്നണിയാണ്. ഈ മുന്നണിയെക്കുറിച്ച് കേരളീയ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്ന അഹമ്മദ് സാഹിബ് 10 വർഷക്കാലം അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് വളരെ മോശമായ രൂപത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഈ ജയിച്ചിരിക്കുന്ന ഈ വേളയിൽ UDF-നകത്ത് നിന്ന് മുസ്ലിം ലീഗിന് കിട്ടേണ്ടുന്ന, പ്രത്യേകിച്ച് 5ാം മന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള നേരത്തെ ചർച്ച ചെയ്ത വിവിധ വിഷയങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ പരിഗണനകളും UDF-ൽ നിന്ന് കിട്ടുമെന്നുള്ളത് അങ്ങനെ ഒരു പരിഗണിക്കപ്പെടേണ്ട കക്ഷിയല്ല. അല്ല പക്ഷേ ആരുടെയെങ്കിലും ഒരു ഔദാര്യം, ഒരു കൊടുക്കൽ വാങ്ങൽ സ്വഭാവത്തിൽ എന്താണോ മുന്നണി ചർച്ച ചെയ്ത് എങ്ങനെയാണോ അതിലൊരു ബാർഗൈനിങ് പവറായി മുസ്ലിം ലീഗ് ഇന്ന് വരെ നിന്ന് പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്ന ഘട്ടങ്ങളിൽ അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനം സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ അത്തരമൊരു സമീപനമല്ല മുന്നണിക്കകത്തു നിന്ന് പലപ്പോഴും ചില നേതാക്കളിൽ നിന്ന്, മുന്നണിയിൽ നിന്ന് എന്ന് പറയാൻ പറ്റില്ല, ചില നേതാക്കളിൽ നിന്ന് ലീഗിനോട് തിരിച്ചുണ്ടാകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ മുന്നണിക്കകത്തുള്ള ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ അഭിപ്രായം തുറന്ന് പറയാറുണ്ട്. അതൊരു പാർട്ടിയുടെ അഭിപ്രായമല്ല. ചർച്ച ചെയ്ത് വരുമ്പോൾ ഒരിക്കലും ഇതിപ്പോൾ ഒരു 10, 15, 20 വർഷത്തെ ബന്ധമല്ല. മുസ്ലിം ലീഗുമായി എത്രയോ കാലത്തെ, പതിറ്റാണ്ടുകളുടെ ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഗുണവും ദോഷവും മുസ്ലിം ലീഗിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പരസ്പരം അറിയാവുന്ന
ഒരു 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 സാഹചര്യമുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിലും സത്യത്തിൽ UDF-ലെ പ്രവർത്തകരും ഒപ്പം തന്നെ ജനാധിപത്യത്തെ വീക്ഷിക്കുന്നവരൊക്കെ തന്നെ വളരെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിൻ്റെ നിലപാട് വിവിധ ഘട്ടങ്ങളിൽ വിവിധ നേതാക്കളിലൂടെയായിട്ട് പുറത്തു വരുന്നുമുണ്ട്. സമസ്ത ഇന്നലെ വളരെ ശക്തമായ തരത്തിലുള്ള എഡിറ്റോറിയലുമായി രംഗത്തെത്തി, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിലെ ഈ വൈകലും മറ്റുമായി ബന്ധപ്പെട്ട്. സത്യത്തിൽ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച്? അങ്ങനെ ഒരു നിരാശപ്പെടാൻ ആകെ ഒരാഴ്ചയല്ലേ ആയത്. നിരാശപ്പെടാൻ മാത്രം എന്താണ് അതിലൊന്നും? അങ്ങനെ നിരാശപ്പെടാനുള്ള കാര്യം ഇതൊക്കെ ഒരു 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 പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നുള്ളതിലപ്പുറത്ത് ഇപ്പോൾ കഴിഞ്ഞ 5-ാം തീയതി 4-ാം തീയതി റിസൾട്ട് വന്നു, ഇന്നിപ്പോൾ 13 ഡേറ്റ് ആയത്. സ്വാഭാവികമായും 23 വരെ, എനിക്ക് തോന്നുന്നത് 23 വരെ ഇതിന് സാവകാശമുണ്ട്. അപ്പം വിവിധ തലങ്ങളിൽ വിവിധ മേഖലകളിൽ ചർച്ച ചെയ്തുകൊണ്ട് വേണം മുന്നണിക്കകത്തായാലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലായാലും അവർക്കുള്ളിലായാലും ഒക്കെ ചർച്ച നടക്കും. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ച. ഇപ്പോൾ EK നായനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായത് എങ്ങനെയായിരുന്നു? അതെല്ലാം അത് ഏത് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പോൾ ഇതൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ BJP ഉൾപ്പെടെ പറയുന്നത്, ഇപ്പോൾ K സുരേന്ദ്രൻ ആദ്യം തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ലീഗായിരിക്കും കാര്യങ്ങൾ ഭരിക്കുക. ലീഗ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. കാരണം ലീഗ് ഹൈക്കമാൻഡിനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിനകത്ത് ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാടിന് ശേഷം വീണ്ടും ലീഗ് മാധ്യമങ്ങളോട് അവരുടെ നിലപാട് പറയാമെന്നാണ് പറഞ്ഞത്. എന്ന തരത്തിലൊക്കെ പൊതുസമൂഹത്തിനകത്തേക്ക് മുസ്ലിം ലീഗിനെ ഇങ്ങനെ ചില ചർച്ചകളിലേക്ക് കൂടെ വഴിതിരിച്ചു വിടുന്ന സാഹചര്യം കൂടെ. അതിലൊരു കാര്യമില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രനും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഒരടിസ്ഥാനം. അത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്തൊക്കെ BJP പ്രചരണം നടത്തി. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടായോ? BJPക്ക് വോട്ടിംഗ് പാറ്റേൺ വെച്ച് എങ്ങനെയാണ് BJPക്ക് താഴോട്ടാണ് പോയത്? നിയമസഭാ സീറ്റ് 3 കിട്ടി എന്നുള്ളത് CPM-ഉം BJP-യും, അത് CPM മറുപടി പറയേണ്ടത്. CPM-ൻ്റെ സീറ്റാണ് BJP പിടിച്ചെടുത്തത്. UDF MLA-മാർ വിജയിച്ച മണ്ഡലത്തിലും BJP വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയാണ് നേട്ടം ഉണ്ടാക്കി? കോഴിക്കോട് നോർത്തിലും സൗത്തിലും ഒക്കെ നോക്കും. കോഴിക്കോട് നോർത്തിൽ സൗത്തിലും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ചില കാര്യങ്ങളുണ്ട്. അതും പിന്നെ CPM-ന് വലിയ പങ്ക് അന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. അതൊക്കെ അത് വളരെ കൃത്യമായി കേരളം ചർച്ച ചെയ്താണ്. കോഴിക്കോട് എന്താണ് ഈ ഇങ്ങനെ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതിലൊക്കെ CPM-ൻ്റെ ചില ഇടപെടലുകളുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില വിലയിരുത്തലുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത്തരത്തിലുള്ള പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നതിൽ മുസ്ലിം ലീഗിന് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു തെരഞ്ഞെടുപ്പ് വിജയം വരുമ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുമ്പം മുസ്ലിം ലീഗുകൾക്ക് അപ്പോൾ ന്യൂനപക്ഷ ഏകീകരണം, ധ്രുവീകരണം, ഇങ്ങനെ ഇടതുപക്ഷമാണ് ജയിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഏകീകരണം ഇല്ല. ഇതൊക്കെ CPM ഉണ്ടാക്കുന്ന നരേറ്റീവാണ്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചപ്പോഴും തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത് എന്ന് പറയാൻ മടിയില്ലാത്ത, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത ഒരു പാർട്ടി ഇതിനപ്പുറം പറഞ്ഞുകൊണ്ടേയിരിക്കും. CPM-നെ തോൽപ്പിക്കാൻ സാധിക്കും, പക്ഷെ അത് ബോധ്യപ്പെടുത്താൻ പറ്റില്ല അവരെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ പ്രയാസമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള CPM-ൻ്റെ ക്യാമ്പയിൻ, ഒപ്പം തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, ഒരു സമുദായത്തെ പലപ്പോഴും ആശങ്കയിലാക്കുന്ന ചില പരാമർശങ്ങളും ഇടപെടലുകളും, ഇവയൊക്കെ വലിയ അർത്ഥത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് CPM-ന് എന്നുള്ളതാണോ? എങ്ങനെയാണ്? തീർച്ചയായും അതിലൊക്കെ CPM വിതച്ചത് കൊയ്യുന്നു എന്ന് നമുക്കതിൽ പറയാനുള്ളൂ. CPM സ്വീകരിച്ച നിലപാടിന് വളരെ കൃത്യമായ ഭാഷയിൽ ഞാൻ പറയുന്നത് 102 സീറ്റ് കിട്ടിയില്ല. നിങ്ങൾ മലപ്പുറത്തെ വിജയത്തെ മാത്രം കാണണ്ട. 102 സീറ്റ് കിട്ടിയത് മലപ്പുറത്ത് നിന്നാണ്. കേരളം മുഴുക്കല്ലേ. ഈ 102 സീറ്റ് കിട്ടാനുണ്ടായ സാഹചര്യം എന്താ? ഏതെങ്കിലും ഇത് കൺസോൾട്ടേഷനാണോ? അതെന്താ ചർച്ച ചെയ്ത് 102 സീറ്റ് കിട്ടിയത് CPM-ൻ്റെ ഈ നിലപാടിനെതിരെയാണ്. 10 വർഷത്തെ ദുർഭരണം എന്തൊക്കെ സംഭവിച്ചു നാട്ടിൽ. പിന്നീട് നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾ പൊറുതിമുട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനുഭവ സമ്പത്തുള്ള ഒട്ടനവധി നേതാക്കന്മാരുള്ളപ്പോഴാണ് യൂത്ത് ലീഗിന് ഇത്രമാത്രം പ്രാതിനിധ്യം നൽകിയത്. മറ്റൊരു പ്രസ്ഥാനവും നൽകാത്ത വിധത്തിലുള്ള പരിഗണനയൊക്കെ ഉണ്ടായി. എങ്ങനെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? പാർട്ടി സ്ഥാനങ്ങളിൽ അതിലൊക്കെ
ഒരാൾക്കൊരു സ്ഥാനം മാത്രം 3 തവണ തുടർച്ചയായ ആളുകൾ അവർ മാറി നിൽക്കണം. ഇതൊക്കെ നേരത്തെ പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് യൂത്ത് ലീഗിൽ പ്രാതിനിധ്യം വരുന്നത്. ഫാത്തിമ തഹ്ലിയുടെ വിജയം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആദ്യത്തെ വനിതാ MLA. അപ്പം ആളുകൾക്ക് വലിയ തരത്തിൽ പ്രതീക്ഷയുണ്ട്. കാര്യം മുസ്ലിം സ്ത്രീകളിൽ നിന്ന് ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനൊരു പ്രചോദനം എന്നുള്ള രൂപത്തിലൊക്കെ. എങ്ങനെയാണ് പേരാമ്പ്രയിലെ തഹ്ലിയുടെ വിജയത്തെ നോക്കിക്കാണുന്നത്? പേരാമ്പ്രയിലെ തഹ്ലിയുടെ വിജയം അത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ച അത്ഭുതമില്ല. അതിൽ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട കാഴ്ചയുണ്ട്. ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുണ്ടാക്കിയ പൊല്ലാപ്പുകളുണ്ട്. അതൊക്കെ ജനം വളരെ കൃത്യമായി ഷാഫിക്കെതിരെ അവർ നടത്തിയ എന്താ പറയുക, ഹീനമായ പ്രചരണങ്ങൾ അവസാനം അത് അക്രമത്തിൽ വരെ കലാശിക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനൊക്കെ ജനം കണക്ക് തീർത്ത് എണ്ണി എന്താ പറയുക അതിന് മറുപടി കൊടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KCBയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, ജയന്തായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് വലിയ വിജയം നേടി 13-ൽ 12 സീറ്റ്. മുസ്ലിം ലീഗും അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ പീക്ക്, കോൺഗ്രസും അതിൻ്റെ പീക്ക്. ഈ ഘട്ടത്തിൽ വലിയ അർത്ഥത്തിൽ കോഴിക്കോട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം 2 മന്ത്രിമാരെങ്കിലും മിനിമം വേണമെന്നുള്ളതാണ് KCB സംസാരിച്ച സമയത്ത്. കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഒന്ന് തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നായിരിക്കും. അപ്പം ലീഗിൽ നിന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സീനിയോറിറ്റി മറ്റെല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്ന സമയത്ത് ഒക്കെ അത്തരം ഒരു പ്രാതിനിധ്യം കൂടെ, പ്രത്യേകിച്ച് കുറ്റ്യാടി പോലുള്ള നമ്മുടെ കോഴിക്കോടിൻ്റെ ചില റൂറൽ ഏരിയയിലേക്ക് എടുക്കുന്ന സമയത്തും അത്തരം ഒരു പ്രാതിനിധ്യത്തിൻ്റെ ഒരു ആവശ്യകത കൂടെയുള്ളൊരു സമയം കൂടെയാണ്. എന്താണ് അത്തരം ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അതൊക്കെ പാർട്ടി, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി, പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ അവർ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്ന അതിനൊരു സിസ്റ്റവും സംവിധാനമുണ്ട്. ലീഗ് ഇപ്പോൾ ആദ്യമായി മന്ത്രിസഭയിൽ വരുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലായി, പല തവണകളിലായി മുസ്ലിം ലീഗ് കേരളം ഭരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതുതായി എടുക്കുന്ന എന്തെങ്കിലും ഒരു സിസ്റ്റോ പുതുതായൊരു തീരുമാനം, അത് പരമ്പരാഗതമായ ഒരു രീതിയുണ്ട്, അതിനനുസരിച്ച് പോകും. മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിൽ ഇരുന്ന ആൾ കൂടെയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഏതൊരു തരത്തിലുള്ള കരുതലായിരിക്കും ഒരു നേതാവ് എന്നുള്ള രൂപത്തിൽ ഉണ്ടാവുക എന്നുള്ളതിന്? ഏത് മേഖലയിലാണ് ഒരു വികസനം എത്താത്തത്? കോഴിക്കോട് സമഗ്രമായാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു മണ്ഡലം മാത്രമല്ല. അല്ല, കോഴിക്കോടിന് ഒരുപാട് വിഷയങ്ങൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് IT-യുമായി ഒരുപാട് സാധ്യതയുള്ള സ്ഥലം. ഇപ്പോൾ കൊച്ചി, അവിടെ മെട്രോ ഉണ്ട്, അവിടെ സ്മാർട്ട് സിറ്റി ഉണ്ട്. എന്നാൽ അതുപോലെ മലബാറിൻ്റെ ഒരു ആസ്ഥാനമാണ് കോഴിക്കോട്. കേവലം കോഴിക്കോട് മാത്രം, മലബാറിൻ്റെ ഒരു ആസ്ഥാനം. ഇവിടെ ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആ മേഖലയിൽ വരേണ്ടതുണ്ട്. കുറ്റ്യാടി തേങ്ങ എന്നൊക്കെ പറയുന്നത് അതൊരു കുറ്റ്യാടി മാത്രമല്ല, ഈ മേഖലയിലെ ഒരു തദ്ദേശീയ ഒരു പ്രൊഡക്റ്റ്, ഒരു ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ്. അത് ബ്രാൻഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്ന സാഹചര്യം കാർഷിക മേഖലയെ ഈ മേഖലയിൽ വളരെയേറെ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ ഇന്ന് വലിയ തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ തന്നെ ഇപ്പം അവരുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് ഇപ്പം വയനാട് മുക്കം ഭാഗങ്ങളിലൊക്കെ തന്നെ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം 3 നേതാക്കന്മാരെ നിർത്തി നടത്തുകയാണ്. വോട്ട് ചെയ്ത ജനങ്ങൾ സത്യത്തിൽ ഈ പറഞ്ഞ പോലെ പെട്ടുപോയി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പോഴും വളരെ ശാന്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ ചാനലിലൊക്കെ നമ്മളുണ്ടാക്കുന്ന കുഴപ്പമാണ്. ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് അധിക്ഷേപിക്കുന്നതല്ല. ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷേ സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ നമ്മൾ കണ്ടു പോസ്റ്റർ ഒട്ടിക്കുന്നതാരാ, ഫ്ലക്സ് വെക്കുന്നതാരാ, പ്രചരണം നടത്തുന്ന ഇത് CPM. പരസ്യ പ്രതികരണങ്ങളുണ്ടല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്കാലത്തും കണ്ടത് ഒരു ഇരുമ്പ് മറക്ക് പിന്നിലുള്ള ഒരു CPM. ആർക്കും അഭിപ്രായം പറയാൻ പറ്റുമോ? അഭിപ്രായം പറഞ്ഞാൽ 51 വെട്ടി കൊന്ന ഒരു സാഹചര്യമുള്ള നാട്ടിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിൽ അഭിപ്രായം പറയാം, ജനാധിപത്യ പാർട്ടിയാണ്. മുസ്ലിം ലീഗും അഭിപ്രായം പറയുന്നുണ്ട്. അല്ല, ലീഗ് അഭിപ്രായം ഒരു മുന്നണി എന്നുള്ള കോൺഗ്രസിൻ്റെ ആരാകണം എന്ന് ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ല.
പക്ഷേ പക്ഷെ ഒരു മുഖ്യമന്ത്രിയുമായി ആകുന്നതിനകത്തും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആകുന്നതിനകത്തും ലീഗിനും അഭിപ്രായം ഉണ്ടാകാമല്ലോ സ്വാഭാവികമായി. അത് സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവണമല്ലോ. പക്ഷെ അതൊന്നും ഒരു പരസ്യമായി ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ പരസ്യമായി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ചില കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ എല്ലാം ഒന്ന് പരസ്യമായി. ഞങ്ങൾ പറഞ്ഞത് വൈകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നത് ഒരിക്കലും ഭൂഷണമല്ല, നമുക്ക് ഇനിയും താമസിച്ചു പോകുന്ന ഭൂഷണമല്ല. ലീഗിന് അഭിമതമല്ലാത്തൊരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കുന്നതെങ്കിൽ ലീഗിന് അങ്ങനെ ഒരു എന്താ പറയുക, ആ കാര്യത്തിൽ കോൺഗ്രസ് ആണല്ലോ. അതെ, പക്ഷെ ലീഗിന് അഭിമതമല്ലാത്തൊരു തീരുമാനമാണ് പ്രസ്ഥാനം എന്നുള്ള രൂപത്തിലാണ്, വ്യക്തികളല്ല. പ്രത്യേകിച്ച് ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മാൻഡേറ്റ് ആണ്. ആരെ മുന്നിൽ നിർത്തിയായിരുന്നു തേര് തെളിച്ചിരുന്നതെന്ന് നാട്ടുകാരെല്ലാവരും കണ്ടതാണ്, എന്താണ് നടന്നതെന്ന് കണ്ടതാണ്. ആ ഒരു മാൻഡേറ്റിന് വിരുദ്ധമായ ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ ലീഗ് പ്രതികരിക്കില്ലേ സ്വാഭാവികമായും? ലീഗ്, ഞാൻ പറഞ്ഞല്ലോ, മുന്നണി കാര്യത്തിൽ ലീഗ് പരസ്യ പ്രതികരണത്തിന് ഒരിക്കലും പോയിട്ടില്ല. പക്ഷെ മുന്നണിക്കകത്താണെങ്കിലും പ്രതികരിക്കില്ലേ? അല്ല, മുന്നണിക്കകത്ത് ചർച്ച വരും, കാര്യങ്ങൾ പറയും. അത് മുന്നണിയുമായി ബന്ധപ്പെട്ട് ഒരു നമ്മളെ ക്ലോസ് ഡോർ മീറ്റിംഗാണ്. ലീഗിന് വിരുദ്ധമായ ഒരു തീരുമാനവുമായിട്ട് ഹൈക്കമാൻഡിന് മുന്നോട്ട് പോകാനാവുന്ന സാഹചര്യം അതൊക്കെ അങ്ങനെയൊക്കെ വെറുതെ പറയാന്ന്. ലീഗ് പ്രഷർ ചെയ്യുന്നു, ലീഗിൻ്റെ BJP-യുടെ പ്രധാന ആരോപണം അത് എന്താണെന്ന് പറഞ്ഞാൽ BJP-ക്ക് അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ധ്രുവീകരണം BJP ലക്ഷ്യം വെക്കുന്നു. എന്ത് പറഞ്ഞാലാണ് ഒരു ഇസ്ലാമോഫോബിയയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം, ഇപ്പോൾ CPM അതാ സ്വീകരിച്ചത്, എന്തായാലും അത്തരം ഒരു ധ്രുവീകരണത്തിനുള്ള വിഷയം ഒരുക്കില്ല. ഒരു കാരണവശാലും അക്കാര്യത്തിൽ ജാഗ്രത. ഇത്രയും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും മുസ്ലിം ലീഗ് അതിൻ്റെ പുറത്തേ പോയിട്ടില്ല. ഒരു കാര്യത്തെക്കുറിച്ചും ലീഗ് പരസ്യമായ ഒരു അഭിപ്രായം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്, പറയേണ്ട സ്ഥലങ്ങളിൽ ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പിന് കൃത്യമായ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. അതൊക്കെ തന്നെ ഒരു മുന്നണി മര്യാദ എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. വലിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തട്ടെ. എന്താണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പുതിയ തലമുറയോട് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാതെ? പുതിയ തലമുറയോട് രാഷ്ട്രീയത്തിലിറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയം നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. പരസ്പരം തല്ലാനോ പരസ്പരം ബഹളം വെക്കാനോ അല്ലെങ്കിൽ ഈ വിഭാഗീയത ഉണ്ടാക്കാനോ അല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കുക. സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയം പരസ്പരം നമ്മൾ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടവും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. അത് കഴിയുന്നതോടെ അത് കഴിഞ്ഞു ജനങ്ങൾ പിന്നെ ആര് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം അക്കാര്യത്തിൽ സമൂഹത്തിനിടയിലാണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ രാഷ്ട്രീയ, ഇപ്പോൾ ലീഗായാലും കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും എല്ലാവരുടെയും നികുതി പണമാണ്. രാഷ്ട്രീയമുള്ളവൻ്റെ ഇല്ലാത്തവൻ്റെ ഒക്കെ നികുതി പണം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. എന്തായാലും നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഒറ്റ ചോദ്യം കൂടെ. പല കാര്യങ്ങളിലും മാതൃക കാട്ടിയിട്ടുള്ള ലീഗ് ഒരു വനിതാ മന്ത്രി എന്നുള്ള തരത്തിലേക്ക് മാതൃക കാട്ടും. അതൊക്കെ പാർട്ടി തീരുമാനിക്കും. എനിവേ, സന്തോഷം സംസാരിച്ചല്ലേ. താങ്ക് യു.